മുസ്താക്ക ഈ വീക്കെൻഡ് ഒരു ക്യാമ്പിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഉണ്ടാവില്ല? എടാക്ക് ഉണ്ടാവും ഇപ്പോൾ പറയാൻ പറ്റില്ലടാ. ഒരു വെള്ളിയാഴ്ചയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും വെള്ളിയാഴ്ച പറയാം. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ അല്ലാതെ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെന്തായാലും നിങ്ങൾ പാലിച്ചിട്ട് വേണം ക്യാമ്പ് ചെയ്യാൻ. ഇതിന് റൂൾസ് ഒക്കെ ഉണ്ട്. ഇതിന് റൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ തണുപ്പ് കാലം ആയതുകൊണ്ട് ഗവൺമെന്റ് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും നോക്കാറില്ലേ? ആ റൂൾസ് ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് വേസ്റ്റ് ഇടുകയോ അത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ അത് കത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? വേസ്റ്റ് ഇടാനായിട്ട് അവർ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അവിടെ കൊണ്ടുപോയി വേസ്റ്റ് ഇടുക. അല്ലാന്ന് നമുക്ക് എന്തെങ്കിലും ഫൈന് വരും. അതേപോലെ തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് മരങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചെടികൾ ഉണ്ടാവും. അതിന് ആ ചെടികൾക്കോ മരങ്ങൾക്കോ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന രൂപത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫൈന് വരാൻ കാരണമാകും. ഇതേപോലെ തന്നെ നമ്മൾക്ക് പോകുമ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രൈവറ്റ് ആക്സസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ. അങ്ങനത്തെ സ്ഥലങ്ങളിൽ പ്രവേശിക്കുകയോ അവിടെ ക്യാമ്പ് ചെയ്യാൻ നോക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. പിന്നെ അനുമതി ഇല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഈ ഡെസേർട്ടിൽ തന്നെ അനുമതി ഇല്ലാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ ഫൈന് കിട്ടാതെ നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്ത് പോകാൻ നോക്കി വെക്കുക. പിന്നെ ഈ വന്യജീവികളുണ്ട് UAE. ആ വന്യജീവികൾക്ക് ശല്യം വരുത്തുന്ന എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫൈനാണ് വരിക. അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുക, നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. പറഞ്ഞാൽ നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ ആകെ പെട്ടിന് നമ്മള്. ശരി.